മീര എന്ന 26 വയസ്സുകാരി ആ വീട്ടിൽ നരകയാതന അനുഭവിക്കുകയാണ്. അവളുടെ നെറ്റിയിലെ സിന്ദൂരരേഖ മാഞ്ഞുപോയിരിക്കുന്നു. ആഭരണങ്ങളില്ലാത്ത അവളുടെ ശരീരത്തിൽ നിറം മങ്ങിയ ഒരു വെളുത്ത സാരി മാത്രം അവശേഷിച്ചു. ഏതാനും മാസങ്ങൾക്കു മുമ്പ് വരെ ഇതേ മുറ്റത്ത് അവളുടെ പാദസരങ്ങളുടെ കിലുക്കം മുഴങ്ങിക്കേട്ടിരുന്നു. വലിയ സ്വപ്നങ്ങളുമായി ചുവന്ന പട്ടുസാരിയും സ്വർണ്ണ ആഭരണങ്ങളും അണിഞ്ഞ് ഒരു രാജകുമാരിയെ പോലെയായിരുന്നു മീര മരുമകളായി ഈ വീട്ടിലേക്ക് വന്നത്. പക്ഷെ വിധി അവൾക്കായി കരുതി വെച്ചത് ക്രൂരമായ ഒരു ചതിയാണ്. വിവാഹം കഴിഞ്ഞ് വെറും 10 ദിവസത്തിനുള്ളിൽ ഉണ്ടായ ഒരു അപകടത്തിൽ അവളുടെ ഭർത്താവ് മരിച്ചു. അവളുടെ സ്വപ്നങ്ങളുടെ ചിത എരിഞ്ഞടങ്ങുന്നതിന് മുൻപേ ആ വീട്ടുകാർ അവളെ നരകയാതനയിലേക്ക് തള്ളിയിട്ടു. റാണിയായി വാഴേണ്ട ആ വീട്ടിൽ ഇന്നവൾ ഏറ്റവും താഴ്ന്ന വേലക്കാരിയായി മാറിയിരിക്കുന്നു. മീരയുടെ മൃദുവായ കൈകൾ സോപ്പും ചാരവും ഉപയോഗിച്ച് പാത്രങ്ങൾ തേച്ചുരച്ച് മുറിഞ്ഞു പോയിരുന്നു. അവളുടെ വിരലുകളിൽ നിന്ന് പലപ്പോഴും രക്തം പൊടിഞ്ഞു. അപ്പോഴാണ് മുറ്റത്ത് ഭാരമേറിയ പാദങ്ങളുടെ ശബ്ദം കേട്ടത്. മീരയുടെ അമ്മായിയമ്മ രുക്മിണി ദേവി വിഷം നിറഞ്ഞ കണ്ണുകളുമായി അവിടെ വന്നു നിന്നു. മീര പേടിയോടെ തല ഉയർത്തി നോക്കി. "എന്തിനാടി നിന്റെ ശകുനപ്പിഴ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കുന്നത്?" രുക്മിണി ദേവിയുടെ പരുക്കൻ ശബ്ദം മുറ്റത്ത് മുഴങ്ങി. അവർ തന്റെ കാലുകൊണ്ട് കഴുകി വെച്ചിരുന്ന പാത്രങ്ങൾ തട്ടിത്തെറിപ്പിച്ചു. "അമ്മേ, ഞാൻ എല്ലാ പാത്രങ്ങളും വൃത്തിയാക്കിയതാണ്," മീര വിറയലോടെ പറഞ്ഞു. "മിണ്ടിപ്പോകരുത് രാക്ഷസി," രുക്മിണി ദേവി അലറി. "എന്റെ മകനെ നീ കൊന്നു. നിന്റെ കാല് ഈ വീട്ടിൽ ചവിട്ടിയ അന്നു മുതൽ എന്റെ വീടിന്റെ ഐശ്വര്യം നശിച്ചു. പോയി തൊഴുത്ത് വൃത്തിയാക്ക്. വീടിനുള്ളിൽ കയറിപ്പോകരുത്." മീര കണ്ണീർ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ അവൾ ഒരു യന്ത്രത്തെ പോലെ ജോലി ചെയ്തു. അടിച്ചുവാരൽ, തുടക്കൽ, അലക്കൽ, അടുക്കള പണി എന്നിങ്ങനെ വീടിന്റെ എല്ലാ ഭാരവും അവളുടെ ചുമലിലായിരുന്നു. ഇത്രയും ജോലി ചെയ്തിട്ടും അവൾക്ക് ലഭിച്ചിരുന്നത് ആർക്കും വേണ്ടാത്ത പഴകിയ ഭക്ഷണമാണ്. രാത്രിയായി. വീട്ടിലെ മറ്റുള്ളവരെല്ലാം വയറു നിറയെ ചൂടുള്ള ഭക്ഷണം കഴിച്ചു. മീരയുടെ വയറ് വിശപ്പ് കൊണ്ട് കത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി അവൾ കഴിച്ചത് വെറുമൊരു കഷ്ണം ഉണങ്ങിയ ചപ്പാത്തിയും വെള്ളവും മാത്രമാണ്. അവൾ അടുക്കളയുടെ ഒരു കോണിലിരുന്ന് പാത്രങ്ങളിലെ ബാക്കി വന്ന എച്ചിൽ ചുരണ്ടി മാറ്റുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ നാത്തൂൻ അവിടെ വന്നത്. അവളുടെ കയ്യിൽ ഒരു കിണ്ണം ഉണ്ടായിരുന്നു. അതിൽ തലേ ദിവസത്തെ ചീത്ത പരിപ്പ് കറിയും കല്ലുപോലെ കട്ടിയായ ഒരു ചപ്പാത്തിയും. അവൾ ആ കിണ്ണം മീരയുടെ അടുത്തേക്ക് കാലുകൊണ്ട് തള്ളി നീക്കി. "ഇതാ തിന്നോ. വെറുതെ ഇരുന്ന് തിന്നുന്ന ശീലം നിനക്കുണ്ടല്ലോ. ഇത് കിട്ടിയില്ലെങ്കിൽ നീ ഞങ്ങളുടെ രക്തം കുടിച്ച് വിശപ്പടക്കിയേനെ." മീര വിറക്കുന്ന കൈകളോടെ ആ ചപ്പാത്തി കഷ്ണം എടുത്തു. വിശപ്പത്രക്ക് കഠിനമായതുകൊണ്ട് അവൾ അത് കണ്ണീരോടെ വിഴുങ്ങാൻ തുടങ്ങി. അവൾ മനസ്സിനോട് ചോദിച്ചു, "ദൈവമേ, ഇനി എന്തുകൊണ്ട് നിന്റെ അടുത്തേക്ക് വിളിക്കുന്നില്ല?" പക്ഷെ അവൾക്ക് ഉറക്കെ കരയാൻ പോലും അനുവാദമില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മീരയുടെ ശരീരം ഒരു ഉണങ്ങിയ കമ്പ് പോലെ മെലിഞ്ഞുണങ്ങി. കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ വീണു. അവൾ ആ വീട്ടിൽ വെറും ഒരു ജീവച്ഛവമായി ശ്വസിക്കുന്നു എന്ന് മാത്രം. ഒരു ദിവസം രാവിലെ മീര മുറ്റത്തിരുന്ന് ഭാരമേറിയ ഒരു കല്ലുപയോഗിച്ച് മസാല അരക്കുകയാണ്. കഠിനമായ ജോലി ചെയ്ത് അവളുടെ കൈകളിൽ ഒട്ടും ശക്തി അവശേഷിച്ചിരുന്നില്ല. എങ്കിലും രുക്മിണി ദേവിയുടെ ക്രൂരമായ കണ്ണുകൾ എപ്പോഴും അവൾക്ക് മേലുണ്ടായിരുന്നു. പെട്ടെന്നാണ് വീടിന്റെ വലിയ മരവാതിൽക്കൽ ഒരു ശബ്ദം മുഴങ്ങിയത്. "എന്തെങ്കിലും നൽകണേ, 2 ദിവസമായി വിശക്കുന്നു. പഴയ ചോറാണെങ്കിലും മതി." ആ ശബ്ദം വളരെ ഗാംഭീര്യമുള്ളതും എന്നാൽ വിനയവുമുള്ളതായിരുന്നു. ആ ശബ്ദം കേട്ടതും രുക്മിണി ദേവിയുടെ ദേഷ്യം ഇരട്ടിച്ചു. അവർ പിറുപിറുത്തുകൊണ്ട് വാതിലിനടുത്തേക്ക് നടന്നു. "ഈ ഭിക്ഷക്കാരെ കൊണ്ട് തോറ്റു. ആരോഗ്യമുള്ള ശരീരമുണ്ടായിട്ടും ഭിക്ഷ ചോദിച്ച് വന്നിരിക്കുന്നു. നേരം വെളുത്തതേയുള്ളൂ സമാധാനം കളയാൻ." രുക്മിണി ദേവി ആഞ്ഞുവലിച്ച് വാതിൽ തുറന്നു. മുന്നിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അയാളുടെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞതും അങ്ങേയറ്റം അഴുക്കു പിടിച്ചതുമായിരുന്നു. മുടി ജട പിടിച്ച് കിടക്കുന്നു. പക്ഷെ അയാളുടെ മുഖത്ത് ഒരു അപൂർവമായ ശാന്തതയുണ്ടായിരുന്നു. സാധാരണ ഭിക്ഷക്കാരുടെ കണ്ണുകളിൽ കാണുന്ന ദയനീയതയോ യാചനയോ അയാളുടെ കണ്ണുകളിലില്ല. പകരം വളരെ അഗാധമായ എന്തോ ഉറപ്പുള്ള ഒരു നോട്ടമായിരുന്നു അത്. അയാൾ തന്റെ കീറിയ ഭാണ്ഡം നീട്ടിക്കൊണ്ട് പറഞ്ഞു, "അമ്മേ, എന്തെങ്കിലും കഴിക്കാൻ നൽകൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും." രുക്മിണി ദേവി അയാളെ അറപ്പോടെ നോക്കി അലറി, "പോടാ ഇവിടുന്ന്. എന്റെ വീട്ടിൽ നിനക്ക് തരാൻ ഒന്നുമില്ല. പണിയെടുക്കാണ്ട് തിന്നാൻ നോക്കുന്നോ? നീ എനിക്ക് ശാപം തരാൻ വന്നതാണോ?" ആ ഭിക്ഷക്കാരൻ ഒന്നും മിണ്ടിയില്ല. അയാൾ മടങ്ങിപ്പോകാൻ ഒരുങ്ങിയപ്പോഴാണ് രുക്മിണി ദേവിയുടെ കണ്ണുകൾ മുറ്റത്ത് വിയർപ്പിലും കണ്ണീരിലും കുളിച്ചിരിക്കുന്ന മീരയിൽ പതിഞ്ഞത്. പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഭീകരവും ക്രൂരവുമായ ഒരു ബുദ്ധി തെളിഞ്ഞു. അവരുടെ ചുണ്ടുകളിൽ ഒരു പൈശാചിക ചിരി വിരിഞ്ഞു. "നിൽക്ക്.
രുക്മണി ദേവി ആക്രോശിച്ചു. ഭിക്ഷക്കാരൻ അവിടെ തന്നെ നിന്നു. രുക്മണി ദേവി വേഗത്തിൽ മുറ്റത്തേക്ക് നടന്നു ചെന്നു. കുനിഞ്ഞിരുന്ന് ജോലി ചെയ്തിരുന്ന മീരയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ രുക്മണി ദേവി മീരയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവളെ നിലത്തുകൂടി വലിച്ചിഴച്ച് വാതിലിലേക്ക് കൊണ്ടുപോയി. അമ്മേ, എന്നെ വിടൂ, വേദനിക്കുന്നു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അമ്മേ? മീര നിലവിളിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ് അവൾ വാതിൽക്കൽ വീണു. രുക്മണി ദേവി മീരയെ സർവ്വശക്തിയുമെടുത്ത് പുറത്തെ തെരുവിലേക്ക് തള്ളിയിട്ടു. മീരയുടെ ബാലൻസ് തെറ്റി അവൾ ആ ഭിക്ഷക്കാരന്റെ കാൽ ചുവട്ടിൽ കമിഴ്ന്നു വീണു. അവളുടെ നെറ്റിയിലും കൈമുട്ടുകളിലും മുറിവേറ്റ് രക്തം വരാൻ തുടങ്ങി. രുക്മണി ദേവി അഹങ്കാരത്തോടെ ഭിക്ഷക്കാരനോട് പറഞ്ഞു, നീ ഭിക്ഷ ചോദിക്കുകയായിരുന്നല്ലോ. ധാന്യം വേണമെന്നല്ലേ നീ പറഞ്ഞത്? ഇത് ധാന്യമല്ല, പകരം എന്റെ വീട്ടിലെ ഏറ്റവും വലിയ ശകുനപ്പിഴയാണ്. ഇന്നു മുതൽ നീ അവളെ എടുത്തോ. ഇവളെ നീ വിൽക്കുകയോ കൊല്ലുകയോ അതോ നിന്റെ കൂടെ ഭിക്ഷ എടുപ്പിക്കുകയോ എന്താണ് വെച്ചാൽ ചെയ്തോളൂ. ഈ രാക്ഷസിയുടെ മുഖം എനിക്ക് നീ കാണേണ്ട. മീരയുടെ ഹൃദയം നിലച്ചുപോയി. അവൾക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. അവൾ വേഗത്തിൽ ഇടഞ്ഞ് അമ്മായിയമ്മയുടെ കാൽക്കൽ വീണു. വേണ്ട അമ്മേ, ഭഗവാനെ ഓർത്ത് അങ്ങനെ ചെയ്യരുത്. അവൾ പൊട്ടിക്കരഞ്ഞു. നിങ്ങളുടെ എല്ലാ ദ്രോഹങ്ങളും ഞാൻ സഹിക്കാം. എനിക്ക് ഭക്ഷണം തന്നില്ലെങ്കിലും വേണ്ട, എന്നെ അടിച്ചാലും വേണ്ട. പക്ഷേ എന്നെ ഇയാളൊപ്പം വിടരുത്. എനിക്ക് ഈ ലോകത്ത് ആരുമില്ല അമ്മേ. ഞാൻ എവിടെ പോകും? മീരയുടെ കണ്ണുനീർ രുക്മണി ദേവിയുടെ പാദങ്ങളെ നനച്ചു. പക്ഷെ ആ കരിങ്കല്ല് പോലുള്ള മനസ്സിൽ ഒരു ദയയും തോന്നിയില്ല. അവർ മീരയെ ആഞ്ഞു ചവിട്ടി. കരുണയോ? നിന്നെ പോലൊരു രാക്ഷസിയോട് എനിക്ക് കരുണയില്ല. നീ എന്റെ മകനെ കൊന്നു. ഇനി ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ സഹിക്കാൻ എനിക്കാവില്ല. രുക്മണി ദേവി ആ ഭിക്ഷക്കാരനെ നോക്കി. അയാൾ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. കൊണ്ടുപോയിക്കോളൂ ഇവളെ. ഇനി വഴിയിൽ നിന്നെ കണ്ടാൽ ജീവനോടെ ചുട്ടുകൊല്ലും ഞാൻ. ഇത്രയും പറഞ്ഞ് അവർ ആ വലിയ മരവാതിൽ മീരയുടെ മുഖത്ത് നോക്കി ആഞ്ഞടച്ചു. വാതിൽ അടഞ്ഞ ശബ്ദം ആ ഇടുങ്ങിയ വഴിയിൽ ഭീകരമായി മുഴങ്ങിക്കേട്ടു. മീര ആ അടഞ്ഞ വാതിലിനു മുന്നിൽ തകർന്നിരുന്നു. തെരുവിൽ നിശബ്ദത പടർന്നു. മീരയുടെ വിങ്ങലുകൾ മാത്രം ആ പഴയ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. അവൾ തന്റെ നെറ്റി നിലത്തടിച്ച് കരഞ്ഞു. താനൊരു ഭിക്ഷക്കാരന് നൽകപ്പെട്ടുവെന്ന സത്യം ഉൾക്കൊള്ളാൻ അവൾക്കായില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ തന്റെ മുന്നിൽ നിഴൽ വീഴുന്നത് മീര അറിഞ്ഞു. ഭയത്തോടെ അവൾ തല ഉയർത്തി നോക്കി. ആ ഭിക്ഷക്കാരൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. അയാളുടെ കണ്ണുകളിൽ മീര പ്രതീക്ഷിച്ചതുപോലെ ഒരു ക്രൂരതയോ മോശം നോട്ടമോ ഇല്ലായിരുന്നു. എന്നെ എന്തു ചെയ്യാനാണ് ഭാവം? എന്നെ വിൽക്കാനാണോ അതോ കൊല്ലാനാണോ? അവൾ ഇടറുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഭിക്ഷക്കാരൻ തന്റെ ഭാണ്ഡം തോളിൽ ശരിയാക്കിയിട്ടു. അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. മീര കണ്ണുകൾ അടച്ചുപിടിച്ചു. പക്ഷെ അയാൾ അവളെ തൊട്ടില്ല. പകരം ഗാംഭീര്യമുള്ള സ്വരത്തിൽ പറഞ്ഞു, എഴുന്നേൽക്കൂ. നിന്നെ സ്വീകരിക്കാത്ത വീടിനു മുന്നിൽ തല തല്ലിക്കരഞ്ഞിട്ട് കാര്യമില്ല. രക്തം മാത്രമേ വരൂ, വാതിലുകൾ തുറക്കില്ല. ആ വാക്കുകളിൽ ഒരു അസാധാരണമായ അധികാരമുണ്ടായിരുന്നു. മീര കണ്ണു തുറന്നു. ആ ഭിക്ഷക്കാരൻ നടന്നു തുടങ്ങിയിരുന്നു. അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല. മടങ്ങിപ്പോകാൻ ഒരിടമില്ല. നിൽക്കാൻ ഈ തെരുവിൽ ആരുമില്ല. ഒടുവിൽ അവൾ ആ മനുഷ്യനെ പിന്തുടരാൻ തീരുമാനിച്ചു. മീരയുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. വിയർപ്പും രക്തവും കലർന്ന് അവളുടെ വെളുത്ത സാരി വികൃതമായിരിക്കുന്നു. ഓരോ ചുവടിലും അമ്മായിയമ്മയുടെ കടുത്ത വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. പെട്ടെന്ന് മീര റോഡരികിൽ തളർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു. അവളുടെ ശരീരം സങ്കടം കൊണ്ട് വിറക്കുന്നു. അവളുടെ കരച്ചിൽ കേട്ട് ആ ഭിക്ഷക്കാരൻ നിന്നു. അയാൾ സാവധാനം അവളുടെ അടുത്തേക്ക് വന്നു. അയാൾ താഴെയിരുന്ന് മീരയുടെ മുഖത്തേക്ക് നോക്കി. അയാൾ ശാന്തനായി പറഞ്ഞു, കരയുന്നത് നിർത്തൂ. ഇന്നു മുതൽ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ പോലും വീഴാൻ ഞാൻ അനുവദിക്കില്ല. ഒരു സാധാരണ ഭിക്ഷക്കാരനിൽ നിന്ന് ഇങ്ങനെ ഒരു ഉറപ്പ് മീര പ്രതീക്ഷിച്ചിരുന്നില്ല. അയാളുടെ വാക്കുകളിൽ ഒരു വലിയ മനുഷ്യന്റെ ആത്മവിശ്വാസം നിഴലിച്ചിരുന്നു. മീരയുടെ കരച്ചിൽ ഒരു നിമിഷം നിന്നു. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഒരു പോലീസ് ജീപ്പിന്റെ സൈറൻ മുഴങ്ങിയത്. അതിൽ നിന്ന് അധികാരത്തിന്റെ ഗർവമുള്ള ഒരു ഇൻസ്പെക്ടർ പുറത്തിറങ്ങി. അയാളുടെ നോട്ടം ആദ്യം മീരയിലും പിന്നീട് ആ ഭിക്ഷക്കാരനിലും പതിഞ്ഞു. സുന്ദരിയായ ഒരു യുവതി ഒരു ഭിക്ഷക്കാരന്റെ കൂടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇൻസ്പെക്ടറുടെ ക്രൂരമായ ബുദ്ധി ഉണർന്നു. അയാൾ നേരെ ചെന്ന് ഭിക്ഷക്കാരന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. എടാ തെണ്ടി, ഇൻസ്പെക്ടർ അലറി. ഈ പെൺകുട്ടിയെ നീ എവിടെ തട്ടിക്കൊണ്ട് പോവുകയാണ്? നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ വലിയൊരു കള്ളനാണെന്ന്. ഒന്നും ചോദിക്കാതെ ഇൻസ്പെക്ടർ തന്റെ കൈ ഉയർത്തി സർവ്വശക്തിയുമെടുത്ത് ഭിക്ഷക്കാരന്റെ കരണത്തടിച്ചു. മീര
മീര ഭയന്ന് നിലവിളിച്ചു പോയി. വേണ്ട സർ, ഇദ്ദേഹം എന്നെ തട്ടിക്കൊണ്ടു പോയതല്ല, എന്നെ വീട്ടിൽ നിന്ന്. മീര പറഞ്ഞ് തീരുന്നതിനു മുമ്പേ ഇൻസ്പെക്ടർ അവളെ തടഞ്ഞു. നീ മിണ്ടാതിരിക്കു പെണ്ണെ, ഇവനെ പോലെയുള്ള തെരുവ് ഗുണ്ടകളെ എനിക്കറിയാം. അടി കിട്ടിയിട്ടും ആ ഭിക്ഷക്കാരൻ ഒരിഞ്ച് പോലും അനങ്ങിയില്ല. അയാൾ തന്റെ കവിളിൽ കൈവെക്കുക പോലും ചെയ്തില്ല. പകരം അയാൾ സാവധാനം തല ഉയർത്തി ഇൻസ്പെക്ടറെ നോക്കി. ആ നോട്ടം കണ്ട ഇൻസ്പെക്ടർ ഒരു നിമിഷം തണുത്തുപോയി. ആ ഭിക്ഷക്കാരന്റെ കണ്ണുകളിൽ ഒരു സിംഹത്തിന്റെ വീര്യവും വേട്ടയാടാൻ നിൽക്കുന്ന ഒരു കൊലയാളിയുടെ നിശബ്ദതയും ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ആ ഭിക്ഷക്കാരന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു നിമിഷം സ്തംഭിച്ചുപോയി. സാധാരണക്കാർ പോലീസിനെ കാണുമ്പോൾ ഭയന്ന് വിറക്കാറാണ് പതിവ്. എന്നാൽ ഈ മനുഷ്യന്റെ കണ്ണുകളിൽ ഭയത്തിന്റെ ഒരു അംശം പോലുമില്ല. തന്റെ അധികാരത്തിന്റെ ഗർവ് വീണ്ടെടുക്കാൻ ഇൻസ്പെക്ടർ വീണ്ടും അലറി. എന്താടാ നോക്കുന്നത്? നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഇപ്പോ തന്നെ നിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നിന്റെ തൊലി ഞാൻ ഉരിക്കും. ഇൻസ്പെക്ടർ ഭിക്ഷക്കാരനെ വീണ്ടും തല്ലാൻ ഒരുങ്ങുമ്പോഴാണ് റോഡിനപ്പുറത്തു നിന്ന് ഒരാൾ വിയർത്തു കുളിച്ച് ഓടി വന്നത്. അയാളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. സർ, സർ ഒന്ന് നിൽക്കണേ. അയാൾ കിതച്ചുകൊണ്ട് ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് എത്തി. എന്താടാ കാര്യം? ഇൻസ്പെക്ടർ ദേഷ്യത്തോടെ ചോദിച്ചു. അയാൾ വിറക്കുന്ന കൈകളോടെ മൊബൈൽ സ്ക്രീൻ ഇൻസ്പെക്ടറുടെ മുഖത്തിന് നേരെ പിടിച്ചു. എന്നിട്ട് അയാളുടെ കാതിൽ എന്തോ രഹസ്യമായി മന്ത്രിച്ചു. ഫോൺ സ്ക്രീനിലെ ചിത്രവും അയാൾ പറഞ്ഞ വാക്കും കേട്ടതും ഇൻസ്പെക്ടറുടെ മുഖത്തെ ചോരയൊലിച്ചു പോയി. അയാളുടെ ശരീരം തളർന്നു. താൻ ഏത് കൈകൊണ്ടാണോ ഭിക്ഷക്കാരനെ അടിച്ചത്, ആ കൈ ഒരു മരക്കഷ്ണം പോലെ വിറക്കാൻ തുടങ്ങി. അയാളുടെ കയ്യിലിരുന്ന ലാത്തി നിലത്ത് വീണു. മീര അമ്പരപ്പോടെ ഇതെല്ലാം നോക്കി നിന്നു. അടുത്ത നിമിഷം ആ ഇൻസ്പെക്ടർ നേരെ ആ ഭിക്ഷക്കാരന്റെ കാൽ ചുവട്ടിൽ വീണു. സാറേ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്. ഇൻസ്പെക്ടർ ഒരു കൊച്ചു കുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു. എന്റെ ജോലിയും കുടുംബവും തെരുവിലാകും സാറേ, എന്നോട് കരുണ കാണിക്കണം. റോഡിലൂടെ പോയവരും മീരയും ഈ കാഴ്ച കണ്ട് മരവിച്ചു നിന്നു. നഗരത്തിന്റെ അധികാരി എന്ന് സ്വയം കരുതുന്ന ഒരു പോലീസ് ഓഫീസർ ഒരു തെരുവ് ഭിക്ഷക്കാരന്റെ കാൽ പിടിക്കുന്നത് വിശ്വസിക്കാനാവില്ല. പക്ഷേ ആ ഭിക്ഷക്കാരന്റെ ഭാവം മാറിയില്ല. തന്റെ കാൽ ചുവട്ടിൽ വീണു കിടക്കുന്നത് ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും അയാൾ നൽകിയില്ല. ഒരു പുഴുവിനെ നോക്കുന്നത് പോലെ അയാൾ താഴേക്ക് നോക്കി. ഒരു വാക്ക് പോലും മറുപടി പറയാതെ അയാൾ മീരയെ നോക്കി ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞു, വരൂ. അയാൾ നടന്നു തുടങ്ങി. ഇൻസ്പെക്ടർ അപ്പോഴും റോഡിലെ മണ്ണിൽ തല തല്ലിക്കരയുകയാണ്. മീര പരിഭ്രമത്തോടെയും ഭയത്തോടെയും ആ നിഗൂഢ മനുഷ്യനെ പിന്തുടർന്നു. അവളുടെ മനസ്സിൽ കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ആരാണിവൻ? പോലീസുകാർ ഇത്രയധികം ഭയപ്പെടാൻ ഇയാൾ ആരാണ്? കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ നഗരത്തിലെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലിന് മുന്നിലെത്തി. ആ ഹോട്ടലിന്റെ ഗ്ലാസ് വാതിലുകൾ മീര ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ളതാണ്. ഹോട്ടലിനു പുറത്ത് കോടികൾ വിലയുള്ള കാറുകൾ നിരന്നു കിടക്കുന്നു. മീര ഭയത്തോടെ പിന്നോട്ട് മാറി. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? അവർ നമ്മളെ ഉള്ളിലേക്ക് കയറ്റില്ല, അവർ നമ്മളെ തല്ലിയൊടിക്കും, അവൾ വിറയലോടെ പറഞ്ഞു. ഭിക്ഷക്കാരൻ അവളെ നോക്കി. അയാളുടെ കണ്ണുകളിൽ വീണ്ടും ആ ശാന്തത നിറഞ്ഞു. എന്റെ കൂടെ വരൂ. അയാൾ മുന്നോട്ട് നടന്നു. ഭിക്ഷക്കാരൻ ആ വലിയ ഗ്ലാസ് വാതിൽ തള്ളി തുറന്നപ്പോൾ ഉള്ളിൽ നിന്നിരുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ തടയാൻ ഓടി വന്നു. മീര കണ്ണുകൾ മുറുകെ അടച്ചു. ഇപ്പോൾ തങ്ങൾ അപമാനിക്കപ്പെടുമെന്ന് അവൾ ഉറപ്പിച്ചു. പക്ഷേ നടന്നത് മറ്റൊന്നായിരുന്നു. ഹോട്ടൽ മാനേജർ ഓടി വന്ന് ഭിക്ഷക്കാരന്റെ മുന്നിൽ കുനിഞ്ഞ് വണങ്ങി നിന്നു. വെൽക്കം സർ. മാനേജർ അങ്ങേയറ്റം ബഹുമാനത്തോടെ പറഞ്ഞു. വരൂ സർ, നിങ്ങളുടെ ടേബിൾ തയ്യാറാണ്. മീരക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ലോക പ്രശസ്തരായ ധനികർക്ക് പോലും ലഭിക്കാത്ത ബഹുമാനമാണ് ഈ കീറി പറഞ്ഞ വസ്ത്രമിട്ട മനുഷ്യന് അവിടെ ലഭിക്കുന്നത്. മാനേജർ തന്നെ മുന്നിൽ നടന്ന് അവരെ ഹോട്ടലിലെ ഏറ്റവും വില കൂടിയ VIP സെക്ഷനിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള വെൽവെറ്റ് സോഫയിൽ ഇരിക്കാൻ അയാൾ മീരയെ ആംഗ്യം കാണിച്ചു. വെള്ളിപ്പാത്രങ്ങളും വിലപിടിപ്പുള്ള അലങ്കാരങ്ങളും നിറഞ്ഞ ആ മുറിയിൽ മീര ഒരു സ്വപ്നത്തിലെന്നതുപോലെ ഇരുന്നു. അവിടെ ഇരുന്ന മറ്റതിഥികൾ ഈ മുഷിഞ്ഞ വസ്ത്രമിട്ട ഭിക്ഷക്കാരനെയും അവശയായ വിധവയെയും കണ്ട് അമ്പരന്നു. എന്നാൽ ഹോട്ടൽ മാനേജർ കൂപ്പുകൈകളോടെ അടുത്തു തന്നെ നിൽക്കുന്നത് കണ്ട് ആരും ഒന്നും മിണ്ടിയില്ല. മാനേജർ സ്വയം മുന്നിട്ടിറങ്ങി അവർക്ക് ആഹാരം വിളമ്പി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പട്ടിണിയിലായിരുന്ന അവളുടെ വയറ്റിൽ ആ മണം ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. കഴിക്കൂ, ആ ഭിക്ഷക്കാരൻ ശാന്തമായി പറഞ്ഞു. ഇന്നു മുതൽ നിനക്ക് വിശപ്പ് എന്താണെന്ന് അറിയേണ്ടി വരില്ല. മീര വിറക്കുന്ന കൈകളോടെ ആഹാരം എടുത്തു. ആദ്യത്തെ ഉരുള വായിൽ വെച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാലങ്ങളായി എച്ചിലും പഴകിയ ഭക്ഷണവും മാത്രം കഴിച്ചിരുന്ന അവൾക്ക് ഈ ആഹാരത്തിന്റെ രുചി താങ്ങാനായില്ല. അവൾ കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചു. മുന്നിലിരുന്ന ഭക്ഷണം കഴിക്കുന്ന ആ ഭിക്ഷക്കാരനെ അവൾ ഇടക്ക് കൗതുകത്തോടെ നോക്കി. അയാളുടെ വസ്ത്രങ്ങൾ അഴുക്കുപിടിച്ചതാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന രീതിയും ആ സ്പൂണും ഫോർക്കും പിടിക്കുന്ന ശൈലിയും ഏതോ വലിയ രാജകുടുംബത്തിൽ ജനിച്ച വ്യക്തിയെ പോലെയായിരുന്നു.
ആയിരുന്നു. അയാളുടെ ഓരോ ചലനത്തിലും ഒരു പ്രത്യേക പ്രൗഢിയുണ്ടായിരുന്നു. ഭിക്ഷക്കാരൻ കൈകൾ വൃത്തിയാക്കിയ ശേഷം മാനേജറെ നോക്കി വളരെ ഗൗരവത്തിൽ പറഞ്ഞു, ഈ പെൺകുട്ടിയെ ഇന്നു മുതൽ ഇവിടെ ജോലിക്കെടുക്കണം. അവൾക്ക് താമസിക്കാനുള്ള സൗകര്യവും നൽകണം. മാനേജർ മേരിയുടെ വസ്ത്രങ്ങളോ അവൾക്ക് എന്തറിയാം എന്നോ ചോദിച്ചില്ല. അയാൾ താഴ്മയോടെ തല ഉനിച്ച് പറഞ്ഞു, തീർച്ചയായും സർ, ഇന്നു മുതൽ ഇവൾ ഞങ്ങളുടെ സ്റ്റാഫ് ആയിരിക്കും. എല്ലാ സൗകര്യങ്ങളും ഞാൻ നേരിട്ട് നോക്കിക്കോളാം. മേരിയുടെ കയ്യിലിരുന്ന ഗ്ലാസ് താഴെ വീണില്ലെന്നേയുള്ളൂ. അവൾ അവിശ്വസനീയതയോടെ ആ ഭിക്ഷക്കാരനെ നോക്കി. താൻ എവിടെയാണ് വന്നെത്തിയിരിക്കുന്നത്? ഒരു പോലീസ് ഇൻസ്പെക്ടർ ഇയാളുടെ കാൽ പിടിക്കുന്നു. 5 സ്റ്റാർ ഹോട്ടലിലെ മാനേജർ ഇയാളുടെ ഒരു വാക്കിനു മുന്നിൽ വിറക്കുന്നു. ഇയാൾ വെറും ഒരു ഭിക്ഷക്കാരനല്ലെന്ന് അവൾക്ക് 100% ഉറപ്പായി. ആ രാത്രി മീരയ്ക്ക് ഹോട്ടലിനടുത്തുള്ള ഒരു സുരക്ഷിതമായ മുറി ലഭിച്ചു. മാസങ്ങൾക്ക് ശേഷം അവൾ നല്ലൊരു കിടക്കയിൽ കിടന്നു. പക്ഷെ ഉറക്കം വന്നില്ല. തന്റെ അമ്മായിമ്മ രുക്മണി ദേവി തന്നെ ഇറക്കി വിട്ടതും ഈ ഭിക്ഷക്കാരൻ തന്നെ ഏറ്റെടുത്തതും ഒരു സിനിമ പോലെ അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. തന്റെ ജീവിതം ഇത്ര പെട്ടെന്ന് മാറുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അടുത്ത ദിവസം മുതൽ മീര ആ ഹോട്ടലിന്റെ കിച്ചൺ സെക്ഷനിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെയുള്ള മറ്റ് ജീവനക്കാർ അവളോട് വളരെ ബഹുമാനത്തോടെയാണ് പെരുമാറിയത്. മാനേജർ അവൾക്ക് നല്ല വസ്ത്രങ്ങൾ നൽകി. അവളുടെ മുഖത്തെ വിളർച്ച സാവധാനം മാറാൻ തുടങ്ങി. എങ്കിലും എല്ലാ വൈകുന്നേരവും സൂര്യൻ അസ്തമിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ആ വലിയ ഗ്ലാസ് വാതിലിലേക്ക് നീളും. കൃത്യം 7 മണിക്ക് ആ ഭിക്ഷക്കാരൻ മുഷിഞ്ഞ വസ്ത്രത്തിൽ അവിടെ എത്തുമായിരുന്നു. അയാൾ വരുന്നത് കാണുമ്പോൾ മാനേജർ തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കും. മീര തന്നെ അയാൾക്ക് ആഹാരം വിളമ്പി നൽകും. അയാൾ ഒന്നും സംസാരിക്കാതെ ആഹാരം കഴിക്കും. മീരയെ ഒരു നിമിഷം സ്നേഹത്തോടെ നോക്കും. എന്നിട്ട് പണം നൽകാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ആ നിഗൂഢത മീരയുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരുന്നു. ആരാണ് അയാൾ? എന്തിനാണ് അയാൾ ഭിക്ഷക്കാരന്റെ വേഷം കെട്ടി നടക്കുന്നത്? ദിവസങ്ങൾ കടന്നുപോയി. ഹോട്ടലിലെ തിളങ്ങുന്ന അന്തരീക്ഷത്തിൽ മീര പൊരുത്തപ്പെട്ട് തുടങ്ങിയിരുന്നു. ഒരു വൈകുന്നേരം ആ ഭിക്ഷക്കാരൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീരക്ക് തന്റെ കൗതുകം അടക്കാനായില്ല. അവൾ അല്പം ധൈര്യം സംഭരിച്ച് അയാളുടെ അരികിലേക്ക് ചെന്നു. എനിക്ക് ഒരു കാര്യം ചോദിക്കണമെന്നുണ്ട്, അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. അയാൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ശാന്തമായി അവളെ നോക്കി. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ പണം നൽകുന്നില്ല. നഗരത്തിലെ വലിയ ഉദ്യോഗസ്ഥർ പോലും നിങ്ങളെ കാണുമ്പോൾ ഭയപ്പെടുന്നു. ഈ മാനേജർ നിങ്ങളെ കാണുമ്പോൾ വിറക്കുന്നു. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഈ പഴയ വസ്ത്രങ്ങൾ ധരിച്ച് തെരുവിൽ നടക്കുന്നത്? അയാളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിയിൽ ഒരു വലിയ മനുഷ്യന്റെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ആരാണെന്ന് അറിയാൻ സമയമായിട്ടില്ല മീര, അയാൾ പറഞ്ഞു. പക്ഷെ നീ ആരാണെന്ന് എനിക്കറിയാം. നിന്റെ കണ്ണുകളിൽ ഒരു വലിയ സമുദ്രമുണ്ട്. അതിൽ ഒരുപാട് സങ്കടങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അയാളുടെ ശബ്ദത്തിലെ കരുതലും സ്നേഹവും മീരയുടെ ഉള്ളിലെ സങ്കടത്തിന്റെ അണക്കെട്ട് തകർത്തു. മാസങ്ങളായി അവൾ ഉള്ളിൽ അമർത്തി വെച്ചിരുന്ന വേദന കണ്ണുനീരായി പുറത്തേക്ക് വന്നു. അവൾ താൻ അനുഭവിച്ച ക്രൂരതകൾ ഓരോന്നായി അയാളോട് പറഞ്ഞു. വിവാഹവും ഭർത്താവിന്റെ മരണവും അമ്മായിയമ്മയുടെ ദ്രോഹങ്ങളും അവൾ വിവരിച്ചു. തന്നെ എച്ചിൽ പാത്രങ്ങൾ കഴുകാൻ നിർബന്ധിച്ചതും പട്ടികൾക്ക് നൽകുന്നത് പോലെ ഭക്ഷണം നിലത്ത് എറിഞ്ഞു തന്നതും പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറി. മീരയുടെ കഥ കേൾക്കുമ്പോൾ ആ മനുഷ്യന്റെ കൈകൾ മുറുകുന്നത് അവൾ കണ്ടു. അയാളുടെ കണ്ണുകളിൽ മീരയോടുള്ള സഹതാപത്തേക്കാൾ ഉപരി അവളെ ദ്രോഹിച്ചവരോടുള്ള അടങ്ങാത്ത ദേഷ്യമായിരുന്നു. അയാൾ സാവധാനം തന്റെ കൈ നീട്ടി മീരയുടെ വിറക്കുന്ന കൈകളിൽ പിടിച്ചു. ആ സ്പർശനത്തിൽ ഒരു പ്രത്യേക കരുത്തുണ്ടായിരുന്നു. നിന്നെ ഒരു ചില്ലു കഷ്ണമായി കരുതി എറിഞ്ഞവർ വൈകാതെ തിരിച്ചറിയും. അവർ വലിച്ചെറിഞ്ഞത് ഒരു സ്വർണത്തെ ആയിരുന്നുവെന്ന്. ഇനി ഒരിക്കലും കരയരുത്. ഇന്നു മുതൽ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണാൽ അതെന്റെ പരാജയമായിരിക്കും. അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ മീരക്ക് തന്റെ ഭർത്താവ് കൂടെയുള്ളതുപോലെ തോന്നി. അയാൾ ആരായാലും തന്റെ രക്ഷകനാണെന്ന് അവൾ ഉറപ്പിച്ചു. അടുത്ത കുറച്ച് ആഴ്ചകൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നാളുകളായിരുന്നു. വൈകുന്നേരങ്ങളിലെ ആ കൂടിക്കാഴ്ചകൾ മീരയുടെ മുറിവുകൾ ഉണക്കി. ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിനുള്ളിൽ ഇത്രയും വലിയൊരു ഹൃദയമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എന്നാൽ ഈ ശാന്തത ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ളതായിരുന്നു. ഒരു വൈകുന്നേരം പതിവ് പോലെ അയാൾ ഭക്ഷണം കഴിക്കാനെത്തി. പക്ഷെ അന്ന് അയാളുടെ മുഖത്ത് എപ്പോഴത്തെയും പോലെ ഒരു നിസ്സംഗതയായിരുന്നില്ല. പകരം എന്തോ ഉറപ്പിച്ച ഒരു ഭാവമായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ തന്റെ കീറിയ വസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്ന് വളരെ ലളിതമായ ഒരു ചരട് പുറത്തെടുത്തു. അത് മീരയുടെ മുന്നിൽ വെച്ചു. എന്റെ കയ്യിൽ നിനക്ക് നൽകാൻ സ്വർണമോ വൈരമോ ഒന്നുമില്ല മീര, അയാൾ അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. കൊട്ടാരത്തിലെ സുഖങ്ങൾ നിനക്ക് നൽകാൻ എനിക്ക് കഴിയുമോ എന്നെനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു, എന്റെ ശരീരത്തിൽ അവസാന ശ്വാസം ഉള്ളിടത്തോളം
ജീവിച്ചിരിക്കുന്നിടത്തോളം നിന്റെ കണ്ണുകളിൽ സങ്കടത്തിന്റെ ഒരു നിഴൽ പോലും വീഴാൻ ഞാൻ അനുവദിക്കില്ല. ഈ അലഞ്ഞു തിരിയുന്നവനെ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാൻ നിനക്ക് കഴിയുമോ? മീര ഒന്നും മിണ്ടാതെ നിന്നുപോയി. ലോകം മുഴുവൻ അവളെ തള്ളി പറഞ്ഞപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത ഈ മനുഷ്യൻ അവളെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് വേദനയുടെ കണ്ണുനീരായിരുന്നില്ല, മറിച്ച് താൻ ആദരിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവിന്റെ സന്തോഷമായിരുന്നു. നിങ്ങൾ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ എനിക്കറിയില്ല, മീര വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ എന്റെ മരണം വരെ നിങ്ങളുടെ ഈ കൈകൾ പിടിച്ചു നടക്കാൻ ഞാൻ തയ്യാറാണ്. അവരുടെ വിവാഹം വളരെ ലളിതമായി ആ ഹോട്ടലിന്റെ ഒരു കോണിൽ വെച്ച് നടന്നു. ആര്യൻ, അതായിരുന്നു അയാളുടെ പേര് എന്നപ്പോഴാണ് അവൾ അറിഞ്ഞത്. അവളുടെ കൈകളിൽ ആ ചരട് കെട്ടി. അവിടെ സാക്ഷിയായി ഹോട്ടൽ മാനേജറും ഏതാനും ജീവനക്കാരും മാത്രം. ഒരു വലിയ ആഘോഷവും ഉണ്ടായിരുന്നില്ലെങ്കിലും മീരയുടെ ഉള്ളിൽ ഒരു വലിയ പ്രകാശം പരന്നു. വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം രാവിലെ ആര്യൻ മീരയോട് പറഞ്ഞു, ഇന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. നിന്റെ ജീവിതം ഇന്നു മുതൽ മാറാൻ പോവുകയാണ്. മീരക്കൊന്നും മനസ്സിലായില്ല. അവൾ പഴയതുപോലെ ആ ഹോട്ടലിനു മുന്നിൽ കാത്തുനിന്നു. പെട്ടെന്നാണ് റോഡിൽ വലിയ ശബ്ദത്തോടെ സൈറണുകൾ മുഴങ്ങിയത്. നഗരം ഇതുവരെ കാണാത്തത്ര വലിയൊരു വാഹന വ്യൂഹം ആ ഹോട്ടലിനു മുന്നിൽ വന്നു നിന്നു. കറുത്ത നിറത്തിലുള്ള ആഡംബര കാറുകളിൽ നിന്ന് ബോഡി ഗാർഡുകൾ പുറത്തിറങ്ങി. മീര ഭയത്തോടെ ആര്യനെ നോക്കി. ആര്യൻ അപ്പോഴും ആ പഴയ വസ്ത്രത്തിലായിരുന്നു. പക്ഷേ അയാളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു രാജാവിന്റെ തിളക്കമുണ്ടായിരുന്നു. ഹോട്ടൽ മാനേജർ ഓടി വന്ന് മീരയുടെ മുന്നിൽ തലകുനിച്ചു നിന്നു. മാഡം, ദയവായി കാറിലേക്ക് കയറൂ. സർ നിങ്ങൾക്കായി കാത്തു നിൽക്കുന്നു. മീര അമ്പരന്നു പോയി. ഞാൻ എന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ്, അവൾ വിറയലോടെ പറഞ്ഞു. മാഡം, ഈ വാഹനങ്ങളെല്ലാം സാർ അയച്ചതാണ്, ഒരു ബോഡി ഗാർഡ് ബഹുമാനത്തോടെ അറിയിച്ചു. ഒന്നും മനസ്സിലാവാതെ മീര ആ ആഡംബര കാറിൽ ഇരുന്നു. തിരക്കേറിയ തെരുവുകളിലൂടെ ആ വാഹന വ്യൂഹം നീങ്ങി. നഗരത്തിലെ ഏറ്റവും വലിയ ഷാഹി റിസോർട്ടിലേക്കാണ് അവർ എത്തിയത്. അവിടെ കണ്ട കാഴ്ചകൾ മീരയെ അമ്പരപ്പിച്ചു. കോടികൾ വിലമതിക്കുന്ന പൂക്കൾ കൊണ്ട് ആ കൊട്ടാരം അലങ്കരിച്ചിരിക്കുന്നു. മീരയെ ഒരു വലിയ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ രാജ്യത്തെ തന്നെ മികച്ച ഡിസൈനർമാർ അവൾക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സ്വർണ്ണ നൂലുകൾ കൊണ്ട് തുന്നിയെടുത്ത 1 കോടി രൂപ വിലമതിക്കുന്ന ചുവന്ന പട്ടുസാരിയും വജ്രങ്ങൾ പതിപ്പിച്ച ആഭരണങ്ങളും അണിഞ്ഞപ്പോൾ മീര ഒരു ദേവതയെ പോലെ തിളങ്ങി. കണ്ണാടിയിൽ സ്വന്തം രൂപം കണ്ടപ്പോൾ അവൾക്ക് തന്നെ തന്നെ തിരിച്ചറിയാനായില്ല. വിവാഹ മണ്ഡപത്തിലേക്ക് മീര ആനയിക്കപ്പെട്ടു. അവിടെ അവൾ ആര്യനെ കണ്ടു. പക്ഷേ ആ പഴയ വസ്ത്രമിട്ട ഭിക്ഷക്കാരനല്ലായിരുന്നു അയാൾ. രാജകീയമായ ഷർവാണി അണിഞ്ഞ് കഴുത്തിൽ വിലപിടിപ്പുള്ള മുത്തുമാലകൾ ചാർത്തി നിൽക്കുന്ന ഒരു തമ്പുരാൻ. നഗരത്തിലെ വലിയ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അയാളുടെ മുന്നിൽ കൈകൾ കെട്ടി വിനീതരായി നിൽക്കുന്നു. TV ചാനലുകളിൽ വാർത്തകൾ മിന്നിമറിയുന്നുണ്ടായിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ആര്യൻ രാജ് സിംഘാനിയയുടെ രഹസ്യ വിവാഹം വാരണാസിയിൽ നടക്കുന്നു. മീരക്ക് തന്റെ ശ്വാസം നിൽക്കുന്നത് പോലെ തോന്നി. താൻ സ്നേഹിച്ച ആ സാധുവായ ഭിക്ഷക്കാരൻ ഇന്ത്യയിൽ തന്നെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഏക അവകാശിയായിരുന്നു. ആര്യൻ അവളുടെ അടുത്തേക്ക് വന്നു. അയാളുടെ കണ്ണുകളിൽ പഴയ അതേ സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. അയാൾ മീരയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി. എന്റെ സത്യം നീ അറിയാൻ സമയമായി മീര, ആര്യൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. പണത്തിനു പിന്നാലെ പായുന്ന ലോകത്ത് പണമില്ലാത്ത എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടാകുമോ എന്ന് ഞാൻ പരീക്ഷിക്കുകയായിരുന്നു. ആ പരീക്ഷണത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ഏറ്റവും വലിയ നിധി നീയാണ്. അതേസമയം വാരണാസിയിലെ മറ്റൊരു തെരുവിൽ മറ്റൊരു നാടകം നടക്കുന്നുണ്ടായിരുന്നു. മീരയെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട അമ്മായിയമ്മ രുക്മണി ദേവിയുടെ വീട് ലേലത്തിലായിരുന്നു. അവരുടെ മകൻ ചൂതാട്ടത്തിൽ സർവ്വസ്വത്തും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഒരു നേരത്തെ ആഹാരത്തിനായി തെരുവിൽ അലയേണ്ട അവസ്ഥയിലായിരുന്നു ആ കുടുംബം. അവർ ഒരു ചായക്കടയിലെ പഴയ ടിവിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവിടെ സ്ക്രീനിൽ നിറഞ്ഞു നിന്നത് കോടികളുടെ ആഭരണങ്ങൾ അണിഞ്ഞ മീരയുടെ മുഖമായിരുന്നു. തങ്ങൾ തെരുവിലേക്ക് എറിഞ്ഞ ആ പെൺകുട്ടി ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ഭാഗ്യവതിയായി മാറിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം രുക്മണി ദേവിയുടെ കാൽനടിയിലെ മണ്ണ് ഒലിച്ചുപോയി. മീരയെ ആ ശപിക്കപ്പെട്ട വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് ഏതാനും മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ആ മാസങ്ങൾ രുക്മണി ദേവിയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാദുരന്തത്തിന്റെ കാലമായിരുന്നു. മീര ആ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ അവൾ അനുഭവിച്ച ഓരോ തുള്ളി കണ്ണീരും ആ വീടിന്റെ ഐശ്വര്യത്തെ കാർന്നു തിന്നുകയായിരുന്നു എന്നവർ അറിഞ്ഞില്ല.
മീര പോയതോടെ ആ വീട്ടിലെ സമാധാനം പൂർണ്ണമായും നശിച്ചു. രുക്മിണി ദേവിയുടെ മകൻ തന്റെ സഹോദരന്റെ മരണശേഷം കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനു പകരം ചൂതാട്ടത്തിലും മദ്യപാനത്തിലും മുഴുകി. ബിസിനസ്സിലെ പണം ഓരോന്നായി അയാൾ നഷ്ടപ്പെടുത്തി. വലിയ കടങ്ങൾ വന്നതോടെ ആളുകൾ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഒടുവിൽ ആ വീട് ലേലത്തിൽ പോയി. ഏത് വീടിന്റെ പടിവാതിൽക്കൽ നിന്നാണോ രുക്മിണി ദേവി മീരയെ കഴുത്തിനു പിടിച്ച് തള്ളിയിട്ടത്, അതേ പടിവാതിൽക്കൽ നിന്ന് ഇന്ന് അവരെയും മക്കളെയും അധികാരികൾ പുറത്താക്കി. തെരുവിൽ കീറിപ്പറഞ്ഞ ഷീറ്റുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ചെറിയ കൂരക്കുള്ളിൽ അവർക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നു. ഒരു കാലത്ത് മറ്റുള്ളവർക്ക് ആഹാരം വിളമ്പിയിരുന്ന അവർ ഇന്ന് വിശപ്പടക്കാൻ ആരെങ്കിലും എന്തെങ്കിലും നൽകുന്നത് കാത്തിരുന്നു. രുക്മിണി ദേവിയുടെ അഹങ്കാരം പൂർണ്ണമായും തകർന്നിരുന്നു. എങ്കിലും മീരയോടുള്ള ദേഷ്യം അവരുടെ ഉള്ളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാം ആ ശകുനപ്പിഴ വന്നതുകൊണ്ടാണ്. അവർ ഇപ്പോഴും പിറുപിറുത്തുകൊണ്ടിരുന്നു. ഒരു വൈകുന്നേരം ആഹാരത്തിനായി അലയുന്നതിനിടയിൽ അവർ ആ ചായക്കടയുടെ മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങളെ കണ്ടു. കടയിലെ പഴയ ടിവിയിൽ വാർത്തകൾ കാണിക്കുന്നുണ്ടായിരുന്നു. ജനങ്ങൾ ആവേശത്തോടെ ആ വാർത്ത കണ്ടുകൊണ്ടിരുന്നു. ഇതാണ് ഭാഗ്യം, ഒരു ഭിക്ഷക്കാരനെ വിവാഹം കഴിച്ച പെൺകുട്ടി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരിയായി മാറിയിരിക്കുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ രുക്മിണി ദേവി ഒന്ന് നെട്ടി. അവർ തിക്കിക്കയറി ടിവി സ്ക്രീനിലേക്ക് നോക്കി. അവിടെ സ്ക്രീനിൽ തെളിഞ്ഞ മുഖം കണ്ട് രുക്മിണി ദേവിയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. കോടികൾ വിലയുള്ള വയറങ്ങൾ പതിപ്പിച്ച കിരീടവും സ്വർണ്ണ നൂലുകൾ കൊണ്ട് തുന്നിയ ചുവന്ന പട്ടുസാരിയുമണിഞ്ഞ ആ വധു മീരയായിരുന്നു. സ്ക്രീനിൽ ക്യാമറ മീരയുടെ മുഖത്തേക്ക് സൂം ചെയ്യുമ്പോൾ അവളുടെ നെറ്റിയിലെ ചുവന്ന സിന്ദൂരം തിളങ്ങി. അവളുടെ അരികിൽ രാജകീയമായ പ്രൗഢിയോടെ ആര്യൻ രാജ് സിംഗാനിയ നിൽക്കുന്നു. ഇത് നമ്മുടെ മീരയല്ലേ? രുക്മിണി ദേവിയുടെ അമ്മ അലറി വിളിച്ചു. അവരുടെ കയ്യിലിരുന്ന ചായപാത്രം നിലത്ത് വീണ് ചിതറി. നമ്മൾ തെരുവിലേക്ക് തള്ളിയ ആ ഭിക്ഷക്കാരൻ കോടീശ്വരനായിരുന്നോ? ആ തിരിച്ചറിവ് ഒരു മിന്നൽ പിണർ പോലെ അവരെ തളർത്തി. തങ്ങൾ കളഞ്ഞത് വെറുമൊരു മരുമകളെയല്ല, മറിച്ച് തങ്ങളുടെ ഭാഗ്യദേവതയായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. രുക്മിണി ദേവി തെരുവിലിരുന്ന് തല തല്ലി കരയാൻ തുടങ്ങി. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഭഗവാൻ എനിക്ക് മാപ്പ് തരില്ല, അവർ നിലവിളിച്ചു. ആളുകൾ അവരെ പുച്ഛത്തോടെ നോക്കി കടന്നുപോയി. പണ്ട് മീര ഭിക്ഷക്കാരന്റെ കാൽ ചുവട്ടിൽ വീണ് കരഞ്ഞപ്പോൾ കണ്ടുനിന്ന അതേ തെരുവ് ഇന്ന് രുക്മിണി ദേവിയുടെ വീഴ്ചക്കും സാക്ഷ്യം വഹിച്ചു. തങ്ങൾ ആരെയാണോ ശകുനപ്പിഴ എന്ന് വിളിച്ചത്, അവൾ ഇന്ന് ലോകം വണങ്ങുന്ന മഹാറാണിയായിരുന്നു. അഹങ്കാരം കൊണ്ട് കണ്ണു കാണാതിരുന്ന ഒരു കുടുംബത്തിന് കാലം കരുതി വെച്ച ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു അത്. വിവാഹത്തിന് ശേഷമുള്ള ആദ്യ രാത്രി പുഷ്പങ്ങളാൽ അലങ്കൃതമായ ആ രാജകീയ മുറിയിൽ മീര ജനാൽക്കൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് മുറിയുടെ വാതിൽ തുറന്ന് ആര്യൻ അകത്തേക്ക് വന്നു. മീരയുടെ കണ്ണുകളിൽ സ്നേഹത്തോടൊപ്പം ഒരുപാട് ചോദ്യങ്ങളുമുണ്ടായിരുന്നു. നീ ഇപ്പോഴും അത്ഭുതപ്പെടുകയാണോ മീര? ആര്യൻ അവളുടെ അരികിലെത്തി മൃദുവായി ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? ഇത്ര വലിയൊരു സാമ്രാജ്യം ഉണ്ടായിട്ടും എന്തിനാണ് ഒരു ഭിക്ഷക്കാരന്റെ വേഷം കെട്ടി തെരുവിലിറങ്ങിയത്? മീര തന്റെ സംശയം പ്രകടിപ്പിച്ചു. ആര്യൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. എന്റെ കയ്യിൽ പണം ഒരുപാടുണ്ടായിരുന്നു മീര, പക്ഷെ ആ പണത്തെ മാത്രം സ്നേഹിക്കുന്ന ആളുകളായിരുന്നു എനിക്ക് ചുറ്റും. എന്റെ മനസ്സിനെ സ്നേഹിക്കുന്ന, പണമില്ലാത്ത എന്നെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളെ എനിക്ക് കണ്ടെത്തണമായിരുന്നു. ആ അന്വേഷണമാണ് എന്നെ ആ തെരുവിലേക്ക് എത്തിച്ചത്. അവിടെ വെച്ചാണ് അമ്മായിയമ്മയുടെ ക്രൂരതകൾക്കിടയിലും തളരാത്ത നിന്റെ ശുദ്ധമായ മനസ്സ് ഞാൻ കണ്ടത്. ആര്യൻ തുടർന്നു. ഒരു ഭിക്ഷക്കാരനായി നിന്റെ മുന്നിലെത്തിയപ്പോൾ നീ എന്നെ വെറുത്തില്ല. നിന്റെ പക്കൽ ഒന്നുമില്ലാതിരുന്നിട്ടും നീ എന്നെ ഒരു മനുഷ്യനായി കണ്ടു. നിനക്ക് ലഭിച്ച പഴകിയ റൊട്ടി പോലും നീ എനിക്ക് നൽകാൻ തയ്യാറായി. പണമല്ല, സ്നേഹമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്തെന്ന് നീ തെളിയിച്ചു. ആ സത്യത്തിനുള്ള പ്രതിഫലമാണ് ഈ കാണുന്നതെല്ലാം. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ആര്യന്റെ സംരക്ഷണയിൽ അവൾക്ക് പുതിയൊരു ജന്മം ലഭിച്ചിരിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ മീര തന്റെ അധികാരം ഉപയോഗിച്ചത് തന്നെ പോലെ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളെ സഹായിക്കാനാണ്. ലോകം അവളെ ശകുനപ്പിഴയെന്ന് വിളിച്ചപ്പോൾ അവൾ തന്റെ കർമ്മം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഭാഗ്യദേവതയായി മാറി. ഈ കഥ നമുക്ക് വലിയൊരു സന്ദേശം നൽകുന്നു. മനുഷ്യന്റെ അഹങ്കാരം എത്ര വലുതായാലും ദൈവത്തിന്റെ നീതിക്ക് മുന്നിൽ അത് തകർന്നിടിയും. മീരയുടെ അമ്മായിയമ്മ രുക്മിണി ദേവി തന്റെ സമ്പത്തിലും അധികാരത്തിലും അഹങ്കരിച്ചപ്പോൾ ദൈവം അത് അവസാനിപ്പിച്ചു. എന്നാൽ സർവം നഷ്ടപ്പെട്ടിട്ടും നന്മ കൈവിടാത്ത മീരയെ ദൈവം ഉയരങ്ങളിൽ എത്തിച്ചു.